ചിതറി കിടക്കുന്ന മൃതദേഹത്തിലും മുറിഞ്ഞെടുക്കാൻ അവശിഷ്ടമൊക്കെ മനുഷ്യൻ്റെ മലമാണ്. അപ്പോൾ മകൻ വന്നപ്പോൾ മകനെ സഹിക്കാൻ പറ്റില്ല. മകനോട് കിടന്ന് കരയുമ്പോൾ ഞാൻ അവിടെ ചെയ്യണതൊക്കെ മകൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മൃതദേഹം അവരുടേതായ മതവിശ്വാസ പ്രകാരം കൊണ്ടുപോകുമ്പോൾ പിന്നെ വേറെ ആരും തൊടാൻ പാടില്ല. പക്ഷെ എനിക്കത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അത്ര പേര് പറഞ്ഞ് കാഫറുകൾ ഇനി മൃതദേഹത്തിൽ തൊടരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ തന്നെ സ്ട്രെച്ചർ നേരത്തേക്ക് വെച്ച് പിന്നെ വണ്ടി നമ്മൾ തൊടേണ്ട ആവശ്യമില്ല എടുത്തപ്പോഴും. അതത് ഈ മകന് ഇഷ്ടപ്പെട്ടില്ല. അയക്കാടെ ഭാഗത്ത് വെക്കാൻ കുറേ ചെറുപ്പക്കാർ പിള്ളേർ ചേട്ടന്മാർ ഉണ്ടായിരുന്നു. നസാചേട്ടൻ പറഞ്ഞ് ഈ കാഫറേ ഉണ്ടായുള്ളൂ എൻ്റെ വാപ്പാനെ എടുക്കാൻ, ഈ കാഫറേ ഉണ്ടായുള്ളൂ എൻ്റെ വാപ്പയുടെ തീട്ടം കോരി കളയാൻ, ഈ കാഫറേ ഉണ്ടായുള്ളൂ എൻ്റെ വാപ്പാനെ ഇവിടെ എത്തിക്കാൻ, ഇനി ഈ കാഫർ തൊട്ടിട്ട് നിങ്ങൾ തൊട്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് തന്നെ അടക്കാൻ ചെയ്തു. ആ കുഴിയിൽ എന്നെ കൊണ്ട് എന്ത് മതത്തിൻ്റെ പ്രശ്നം വന്നാലും കുഴപ്പമില്ല, ഈ കാഫർ തൊട്ടതെന്ന് പറഞ്ഞ് ഇത് പറയാൻ അർപ്പടം മാറ്റി നിർത്തിയ ഒരാളിൽ നിന്ന് സ്വന്തം മകൻ്റെ വായുന്നത് കേട്ടപ്പോൾ നമുക്ക് അധികം വേറെ സന്തോഷമൊന്നും വേണ്ടല്ല. അത് വലിയൊരു ഇതാണ്. നമുക്ക് എപ്പോഴും പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. എടുക്കാൻ പോലും ആരും ഉണ്ടായില്ല. കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും മൂക്കൂത്തി വന്നവരൊക്കെ മൂക്കൂത്തി മാറിയുന്ന സമയം ഓർന്നത്. വൃത്തിയായി പോസ്റ്റ്മോർട്ടം ചെയ്ത് തൈമോൻ ചെയ്ത് കഴിഞ്ഞിട്ട് തുടരുന്ന് പറഞ്ഞപ്പോൾ നമുക്കത് എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പറയുമ്പോൾ. ഞാൻ വലിച്ചോട്ടെ അവർ